ആരോഗ്യ സംരക്ഷണത്തിന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മൂന്നാമത്തെ കാര്യം വിശ്രമമാണ്. ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ക്ഷീണിച്ചു പോകാൻ പാടില്ല. മനുഷ്യന് ആരോഗ്യം രക്ഷപ്പെടണമെങ്കിൽ അവൻ അധ്വാനിക്കുന്നതിന് തോതനുസരിച്ച് അവന് വിശ്രമം ആവശ്യമുണ്ട്. ശരിയായ വിശ്രമം എന്ന് പറയുന്നത് എന്താണ്? ഉറക്കമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് കാണാം, വജഅൽനാ നൗമക്കും സുബാത്ത, നിങ്ങളുടെ ഉറക്കം നിങ്ങൾക്കുള്ള വിശ്രമമായി ഞാൻ നിശ്ചയിച്ചതാണ്. ആ ഉറക്കം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അളവിൽ ലഭിച്ചാലേ അടുത്ത ദിവസവും നമുക്ക് സജീവമായി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഉറങ്ങേണ്ടത് പകലിലല്ല, രാത്രിയിലാണ്. അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, വജഅൽനൽ ലൈല ലിബാസ, രാത്രിയെ നിങ്ങൾക്ക് ഉറങ്ങാനുള്ള മറയാക്കി വെച്ചിരിക്കുകയാണ്. പ്രധാന ലൈറ്റൊക്കെ ഓഫാക്കി സൂര്യൻ അസ്തമിച്ച് രാത്രി വരുമ്പം അപ്പോഴാണ് നമ്മൾ നന്നായി ഉറങ്ങേണ്ടത്. അത് ഓരോരുത്തരും പരിശീലിക്കുന്നതിനനുസരിച്ചാണ്. 8 മണിക്കൂർ തന്നെ ഉറങ്ങണം എന്നില്ല. 6 മണിക്കൂറിലോ 5 മണിക്കൂറിലോ ഉറക്കത്തെ നമ്മൾ ക്രമീകരിച്ച് നമ്മളെ ശരീരത്തിന് അതിനെ പാകപ്പെടുത്തുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ അത് മതിയാകും. ഇമാം ശാഫി റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകൾ രാത്രിയെ 3 ഭാഗങ്ങളാക്കി. ഒരു ഭാഗം ഇൽമുമായി ബന്ധപ്പെട്ടും ഒരു ഭാഗം ഇബാദത്തും ഒരു ഭാഗം ഉറക്കിനും വേണ്ടി മാറ്റിവെച്ചു എന്നാണ്. അപ്പോൾ ഒരു 12 മണിക്കൂറിനെ 4 മണിക്കൂർ വീതമുള്ള 3 പാർട്ടുകളായിട്ടാണ് ഉപയോഗിച്ചതെങ്കിൽ നമ്മൾ അത്രത്തോളം പോകൂലെങ്കിലും 5-6 മണിക്കൂറിലൊക്കെ ഉറക്കിനെ ക്രമീകരിച്ച് അത് നല്ല രീതിയിൽ ഉറങ്ങിയെങ്കിലേ അടുത്ത ദിവസം നമുക്ക് ആക്റ്റീവായി വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ വിശ്രമം നമ്മളെ ശരീരത്തിന് നമ്മൾ കൊടുക്കണം. അതേപോലെ തന്നെ പിന്നെ 4ാമത്തെ കാര്യമായി ഇസ്ലാം പറയുന്നത്, നമ്മൾ ശരീരത്തിൻ്റെ ആരോഗ്യരക്ഷയ്ക്ക് വേണ്ടി വ്യായാമവും ചെയ്യണം. വ്യായാമം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആ വ്യായാമം ഏറ്റവും കൂടുതൽ പ്രത്യേകമായി ചെയ്യൽ ആവശ്യമുള്ളത് കായികാധ്വാനമുള്ള ജോലി ചെയ്യാത്ത ആളുകളാണ്. കായികാധ്വാനമുള്ള ജോലി ചെയ്യുമ്പോൾ ആ ജോലിയുടെ കൂടെ തന്നെ അവർക്ക് വ്യായാമം യഥേഷ്ടം കിട്ടുന്നുണ്ടാവാം. ഇന്ന് കേരളീയർ പൊതുവിൽ ആഗ്രഹിക്കുന്നത് കായികാധ്വാനമില്ലാത്ത വല്ല ജോലിയുണ്ടോ എന്ന. വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും ബുദ്ധി ഉപയോഗിച്ച് ചുരുങ്ങിയ അധ്വാനം കൊണ്ട് എന്തെങ്കിലും കിട്ടുമെന്നാണ് എല്ലാവരും ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ കായികാധ്വാനമുള്ള ജോലിയൊക്കെ ചെയ്യാൻ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് നമ്മളെ നാട്ടിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ തടിയളകാതെ അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ള ആശയത്തിൻ്റെ ആളുകളായതുകൊണ്ട് വ്യായാമം നമുക്ക് അനിവാര്യമാണ്. ആ വ്യായാമം പല രീതിയിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മളെ ഇബാദത്തുകളിലെ ശ്രേഷ്ഠമായ നിസ്കാരം. അതിനോളം വലിയൊരു യോഗയില്ല, അതിനോളം നല്ലൊരു വ്യായാമവുമില്ല. അത് നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന സമയത്ത് റുക്കൂവും സുജൂദും ഒക്കെ അല്പം ദീർഘിപ്പിച്ച് തഹജ്ജുദിലൊക്കെ ഒരു 11 തവണയെങ്കിലും സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹിം അലീമി വബിഹംദിഹിം ചൊല്ലി നീട്ടി നിസ്കരിച്ചാൽ അത് നമുക്ക് നല്ല വ്യായാമമാണ്. അതോടൊപ്പം തന്നെ ഇനി അത് മതിയാവാത്തവർക്ക് ഒഴിവുള്ള സമയത്ത് ചെറിയ കൃഷിപ്പണി ചെയ്യുക, അതൊരു നല്ല വ്യായാമമാണ്. ഇനി അതിനും നേരം കിട്ടാത്ത ആളുകളാണ് എങ്കിൽ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച ഒരു ആശയമുണ്ട്. സ്വഹാബത്ത് പറയുന്നത് കാണാം, ശക്കൗന ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽലുഅഫ, ശാരീരിക ആരോഗ്യമില്ലായ്മ, ഒരു ക്ഷീണം, ബലഹീനത, ഇതിനെപ്പറ്റി നബിതങ്ങളോട് ഞങ്ങൾ പരിഭവം പറഞ്ഞപ്പോൾ ഫഖാല അലൈക്കും ബിന്നസ്ൽ, അവിടുന്ന് പറഞ്ഞു നിങ്ങൾ നസ്ലിനെ മുറുകെ പിടിക്കുക. എന്തിനാണ് നസ്ൽ എന്ന് പറയുന്നത്? അൽ ഇസ്റാഉ ഫിൽ മശി, ധൃതിയിൽ നടന്നു പോകുക എന്നതാണ്. ഇന്ന് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്പീഡിലെ നടത്തണ്ടല്ലോ, ഇത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇമാം ഹാക്കിം, ഇബ്നു ഹിബ്ബാൻ, ബൈഹഖി ഒക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വനുഫിഖ ഫിസ്സൂരി ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ എന്ന സൂറത്ത് യാസീനിലെ ആ നസ്ലി എന്ന പ്രയോഗത്തെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഈ ഹദീസ് അവിടുത്തെ തഫ്സീറിൽ ഉദ്ധരിച്ചതും കാണാം. അപ്പൊ ഇസ്ലാം മുന്നോട്ട് വെച്ച ഒരു ആശയമാണ്, പ്രഭാതത്തിലോ പ്രദോഷത്തിലോ നമ്മൾ എഴുന്നേറ്റ് നല്ല ധൃതിയിൽ നടക്കുക. അതൊരു നല്ല വ്യായാമം തന്നെയാണ്. നമ്മളിപ്പോൾ ആവിഷ്കരിച്ച പരിപാടികളിൽ വളരെ ശ്രദ്ധേയമായ ഒന്നാണ് നമ്മളെ പ്രഭാത സഞ്ചാരം എന്ന് പറയുന്നത്. അത് പല ആളുകളും തട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഈ വളണ്ടിയർമാർ തീർച്ചയായും അത് ഏറ്റെടുക്കുകയും സമൂഹത്തിലേക്ക് അത് എത്തിക്കുകയും ചെയ്താൽ അതിലൂടെ നമ്മൾ ലക്ഷ്യം വെച്ച വേറെയും ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മളെല്ലാവരും ആരോഗ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി വ്യായാമം പരിശീലിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ആരോഗ്യം അള്ളാഹു തന്ന അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ സംരക്ഷണത്തിന് ജാഗ്രത പുലർത്തണം. നമ്മളെ മനസ്സും അതേപോലെ തന്നെ ആരോഗ്യകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് 2ാമത്തെ പാർട്ട് ഇവിടെ അവതരിപ്പിക്കും. വാ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.